ഹേ ഗൈസ്, ഇറ്റ്സ് മീ വ്ലോഗർ ഗെത്തു ഹിയർ വിത്ത് എ ന്യൂ വ്ലോഗ് ഗൈസ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നലെ ഒരു വ്ലോഗ് നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് ഞാനിങ്ങനെ ഷോർട്ട് വീഡിയോസിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഷോർട്ട് വീഡിയോ മാത്രം എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. സോ എനിക്ക് ലോങ് വീഡിയോയിലോട്ട് പെട്ടെന്ന് അങ്ങോട്ട് സ്വാപ്പ് ആവാൻ പറ്റിയില്ല, സ്വിച്ച് ആവാൻ പറ്റിയില്ല. കാരണം എന്ന് പറയുമ്പം ഇൻട്രോയൊക്കെ ഞാൻ ഇന്ന് ഇത് 8ാമത്തെ ടേക്കാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. ഇൻട്രോ മൊത്തത്തിൽ പാളിപ്പോവാണ്. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. പണ്ട് ലോങ് വീഡിയോയിൽ ഏറ്റവും കൂടുതലും എനിക്ക് സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത് ഇൻട്രോ പറയുന്നതാണ്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഷോർട്ട് വീഡിയോസ് ചെയ്ത് ഇൻട്രോ മറക്കുന്ന അവസ്ഥയായി. സോ ഗൈസ്, ഇനി ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോയും അടുപ്പിച്ചടുപ്പിച്ച് ഇട്ടാലേ എനിക്ക് അതിനുള്ള ആ ഒരു കോൺഫിഡൻസ് കിട്ടും. ഗൈസ്, കുറേ പേര് ടോണിയുടെ കാര്യം ചോദിച്ചായിരുന്നു. ടോണി ഇപ്പം സത്യം പറഞ്ഞാൽ അവൻ ഓക്കെയാണ്. പക്ഷെ എന്നാലും പഴയ ആ ഒരു സന്തോഷവും പഴയ ആ ഒരു ഓടിച്ചാട്ടം ആ ഒരു കാര്യങ്ങളൊന്നും ഇവന് ഇപ്പം ഇല്ല. അത് കുറച്ച് ദിവസം പിടിക്കും ഓക്കെ ആവാൻ. ഇവ ഇപ്പോൾ ഒരു 90% ഓക്കെ ആയി. ബാക്കി 10% നമുക്ക് വേണ്ടത്. ആ 10%-ലാണ് ഇവൻ്റെ കളി ചിരി എല്ലാം ഇരിക്കുന്നത്. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നീട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാറിൻ്റെ കാര്യമാണ്. ഇന്നലെ കാറിൻ്റെ ബാറ്ററി, ഇന്നലെയല്ല ഇതിനു മുമ്പും ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ട്. അതിൻ്റെ റിയൽ റീസൺ എന്താണെന്ന് വെച്ചാൽ അറിയത്തില്ല. പക്ഷേ നമ്മൾ ഇന്നലെ കൊണ്ടുപോയി ആ ഒരു ടാബ് മാറ്റി. ആ ഷോർട്ട് വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും. ഫ്രണ്ടിൽ നമ്മൾ ഇത് സെക്കൻഡ് ഓപ്ഷനാണ് നമ്മൾ എടുത്തിരുന്നത്. പിന്നെ നമ്മൾ എക്സ്ട്രാ അഡീഷണൽ ആക്സസറീസ് വയ്ക്കുകയാണ് ചെയ്തത്. അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ടാബ് വെച്ചത്, അതായത് ടച്ച് സ്ക്രീൻ വെച്ചത്. അങ്ങനെ ടച്ച് സ്ക്രീൻ വെച്ച് ഇന്നലെ അത് കൊണ്ടുപോയി മാറ്റിയിട്ട് അവർ ഇൻബിൽട്ടായിട്ട് തരുന്ന ആ ഒരു കാര്യമില്ലേ, കുറേ ബട്ടൺസൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ആ ഒരു കാര്യം നമ്മൾ ആക്കി വച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട് ഒന്ന് റെനോവേറ്റ് അങ്ങനെ എന്തൊരു വാക്കില്ലേ, അതായത് മൊത്തം ഒന്നുകൂടെ പെയിൻ്റ് അടിച്ച് എല്ലാം ഒന്ന് സെറ്റാക്കാനായിട്ട് വെച്ചേക്കാണ്. ഇവിടെയൊക്കെ മുമ്പ് സത്യത്തിൽ ഇവിടെയൊക്കെ ഒരു പിങ്ക് പെയിൻ്റ് ആയിരുന്നു. ആ പിങ്ക് പെയിൻറ്റ് അല്ല, അത് മാറ്റി ഇപ്പോൾ ഗ്രേ ആക്കി. അഴുക്ക് വരാതിരിക്കാനാവണം അങ്ങനെ ചൂസ് ചെയ്തത്. ചുറ്റും നോക്കുവാണെങ്കിൽ എല്ലാം അങ്ങനെ പെയിൻ്റ് അടിച്ച് വരുവാണ്. ഇപ്പം ഏകദേശം ഒരു പിങ്കിഷ് കളർ ആക്കുന്നു ഏകദേശം. അകത്തോട് കയറി കാണിച്ചു തരാം കേട്ടോ. കൊള്ളാം. നേരത്തെ മൊത്തം ഭിത്തിയിൽ വരയും കുറിയും ഒക്കെ ആയിരുന്നു. എന്തിനാണിത് മാറ്റുന്നതെന്ന് വെച്ചാൽ ഒരാഗ്രഹം. ഇവിടെ മൊത്തത്തിൽ പെയിൻ്റ് അടി കാര്യങ്ങളൊക്കെ തന്നെ. നമ്മളെ പോഡ്കാസ്റ്റ് റൂമായാലും എന്തായാലും പോഡ്കാസ്റ്റ് റൂമിലൊക്കെ ഇപ്പം പെയിൻ്റ് അടിച്ചിട്ടില്ല. അവിടെ എല്ലാം മറ്റേ കട്ടിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചേക്കുവാണ്. സോ പോഡ്കാസ്റ്റ് റൂമിലും പെയിൻ്റ് അടിക്കും. അടുക്കളയിൽ വന്നത് ഈ ഒരു ഗ്രേ ഫിനിഷിങ്. ഇവിടെ ഗ്രേ ആണ് അടിച്ചതെന്ന് തോന്നുന്നു. ഇവിടെ ഗ്രേ ആണ് വന്നിട്ടുള്ളത്. ഈ സൈഡിലോട്ടൊന്നും ആയില്ല കേട്ടോ, ഈ സൈഡിലോട്ടായില്ല. പിന്നീട് ഇതൊക്കെ വൃത്തിയാക്കി സെറ്റ് ചെയ്യണം. ഇന്നലെ പെട്ടെന്നൊരു ദിവസം വരുന്നു പറഞ്ഞത്, മക്കളുടെ വീടെല്ലാം പെയിൻ്റ് അടിക്കണം എന്നൊക്കെ പറഞ്ഞ്. ഞാനും ഞെട്ടിപ്പോയി. ഞാനും വിചാരിച്ചില്ല ഇങ്ങനെ പെട്ടെന്ന് പെയിൻ്റ് അടി നടത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഇപ്പുറത്തും ചെറിയ രീതിയിൽ ടച്ച് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനി ഇവിടെ നല്ല രീതിയിലൊന്ന് ഫിനിഷ് ചെയ്ത് പെയിൻ്റ് അടിക്കണം. എടുത്തടിക്കാൻ കുറേ മുറിയുണ്ട്, അതാണ് മെനക്കേട്, അതാ പ്രശ്നം. പിന്നെ പുറത്തുകൊണ്ട് ഇവിടെയൊക്കെ കുളിമുറി കാര്യങ്ങളെല്ലാം പെയിൻ്റ് അടിച്ച് റെഡിയാക്കി വയ്ക്കുന്നുണ്ട്. കിണർ ഫ്രണ്ടിൽ നല്ല രീതിയിൽ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇന്നലെ ടാർപ്പയൊക്കെ എടുത്തിട്ടുണ്ട്. പൂച്ചയായിരുന്നു ചാടി കിണറ്റിൻ്റെ അകത്ത് വീടായിരിക്കാൻ ടാർപ്പയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ മുമ്പ് ഇങ്ങനെയല്ലായിരുന്നു. അവിടെയും പിങ്ക് കളറായിരുന്നു വരുന്നത്. പക്ഷെ ഇപ്പം അതെല്ലാം മാറ്റി അവിടെ ഗ്രേ ആക്കി. കിണർ ഫുള്ളൊരു ഗ്രേ ഫിനിഷിങ്ങിലോട്ടാക്കിയിട്ടുണ്ട്. ഗ്രേ ടാർപ്പ് എടുത്തിട്ട് എൻ്റെ ഉദ്ദേശം പൂച്ച ചാടാതിരിക്കാനാണെന്നാണ് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത്. നോക്കാം ഗൈസ്. അപ്പം അച്ഛൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഭയങ്കര സ്നേഹപ്രകടനമാണ് അവന്. ചോദിങ്ങി ഇനി അപ്പുറം ഇപ്പുറം വട്ടം ഇട്ട് ഇനി അച്ഛൻ്റെ റൂമിൽ കയറി പോകുമ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇവനവൻ കയറിപ്പോവും. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് അപ്പുറത്തൂടെ ഇപ്പുറത്തിറങ്ങും. കയറുന്നില്ലേ മക്കളെ? ഇതിൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ട് അപ്പുറത്തൂടെ ഇറങ്ങുന്നില്ലേ? തുടങ്ങി. ഇനി വലം വയ്ക്കും.
ഇങ്ങനെ ഓരോരോ പരിപാടികൾ. ഞാനാണെങ്കിൽ താഴെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ അവിടോട്ട് പോയാണ് ഗൈസ്. അതായത് പുറത്തെല്ലാം പെയിൻറ്റിങ്ങാണ്, പുറത്തെല്ലാം പെയിൻ്റാണ്, അകത്ത് പ്രൈമറിൽ മറ്റേ സ്റ്റൈനർ ഇലക്കിയിട്ട് ഉള്ള ഇതാണ്. അമ്മമ്മ 2 ദിവസം കൊണ്ട് ഇവിടെ അല്ല കിടക്കുന്നത്. ഇന്നലെ തൽക്കാലം ഇവിടെ കിടന്ന്. അമ്മമ്മയ്ക്ക് ഈ പെയിൻറ്റിൻ്റെ മണമൊന്നും വലിയ ഇതില്ല. സോ അമ്മമ്മ മഞ്ജുവിനമ്മേരെ അവിടെ എങ്ങാണ്ടാണ് കിടന്നത്. അപ്പം പക്ഷേ അവിടെ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ അപ്പൻ അവിടെ ആ ടി വിയിൽ ഫുട്ബോൾ കളി കാണണം. പക്ഷേ ടി വി ഒക്കെ എല്ലാം മാറ്റി വെച്ചേക്കണം. നമ്മുടെ പോഡ്കാസ്റ്റ് റൂമിൽ മൊത്തം മറ്റേ കട്ടില് കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടേക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് കയറി വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഇനിയുണ്ട്, നാളത്തേക്കുള്ള പണികളുണ്ടെന്നാണ് പറഞ്ഞത്. എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയത്തില്ലല്ലോ. ഇപ്പോഴും ഓല മാത്രം എടുക്കാതെ ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആക്റ്റീവ് എടുക്കാറുണ്ട്. അപ്പോൾ ഇന്നാൾക്ക് നോക്കിയപ്പം ഇത് സെൽഫ് വർക്കാവുന്നില്ല. അങ്ങനെ കിക്കർ എടുത്ത് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് സെൽഫ് വർക്കാവുന്നുണ്ട്. അത് എന്താണെന്ന് അറിയത്തില്ല. ചിലപ്പം ഇത്ര വർഷം ആയതുകൊണ്ടായിരിക്കണം. പക്ഷേ ഈ വണ്ടി ബെറ്റർ കണ്ടീഷനിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ അത് എത്ര കിലോമീറ്ററായി? ഇപ്പം 2463. ഇനി 57% ഉണ്ട്. 57% ഇനി 86 കിലോമീറ്റർ ഓടും. ഇത് ഇപ്പം നിലവിൽ നോർമൽ മോഡിലാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഇക്കോ മോഡ്. സത്യത്തിൽ എക്കോ മോഡ് അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. എക്കോ മോഡ് അഥവാ ഒട്ടും ഗതികെട്ട മാത്രമേ എക്കോ മോഡ് ഉപയോഗിക്കുകയുള്ളൂ ആൾക്കാർ. ഈ എക്കോ മോഡ് ഇട്ടാൽ തേരി കയറാനൊക്കെ ഭയങ്കര, എല്ലാ തേരിയൊന്നും എക്കോ മോഡ് ഇട്ടാൽ കയറത്തില്ല. നോർമൽ ഇട്ടാൽ എല്ലാ തേരിയും കയറിപ്പോവും. അതുകൊണ്ട് കുഴപ്പമില്ല. ഗൈസ്, ടോണിക്ക് വയ്യാതായപ്പോഴേ അവൻ്റെ കിടക്കുന്ന മെയിൻ സ്ഥലം ഇവിടെയാണ്. ടോണിക്ക് വയ്യാതായപ്പോൾ കിടക്കുന്ന സ്ഥലം. അതിൻ്റെ ഓർമ്മയിലാണ് അവൻ വന്ന് കിടന്നത്. എന്തോക്കളെ കണ്ട അവൻ്റെ മുഖമൊക്കെ ഒരുമാതിരി മറ്റേ ക്ഷീണിച്ച രീതിയായി. എല്ലാം അങ്ങ് മാറൂടാ. നീ ഇപ്പം മരുന്നൊക്കെ കുടിക്കുന്നില്ലേ? അതൊക്കെ അത്രയേ ഉള്ളൂ. മരുന്നൊക്കെ കുടിക്കുന്നില്ലടാ. കണ്ട അത്ര അടുത്ത് ഇടപെടുന്നവരുടെ മാത്രമേ ഇങ്ങനെ കൈയൊക്കെ വായൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ ഒന്നും ചെയ്യാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളങ്ങനെ കൈയൊന്നും കൊണ്ട് അടുത്ത് വെച്ച് കൊടുക്കരുത്. ഇവിടെ ഈ 4 വീട്ടിലുള്ളതിൽ നല്ല രീതിയിൽ നമ്മളോട് എല്ലാവരുടെയും ഇവൻ ഇണക്കണം. അതുകൊണ്ടാണ് പിന്നെ നമ്മളെല്ലാവരും ഇവനെ ഭയങ്കര കാര്യത്തോടെ നോക്കുന്നത്. നമ്മളിന്ന് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല, അമ്മമ്മ ആയാലും. പക്ഷെ അമ്മമ്മയ്ക്ക് പിന്നെ ആദ്യം അമ്മമ്മയ്ക്ക് ഇവൻ ഒന്ന് പെട്ടെന്ന് കടിക്കാനായിട്ട് നോക്കി ആ ഒരു പേടി അമ്മമ്മയുടെ ഉള്ളിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അതുകൊണ്ടാണ് അമ്മമ്മയ്ക്ക് ഇപ്പോഴും ഇവനെ കുറച്ച് പേടി. നെറ്റിയിലൊക്കെയാണ് അമ്മമ്മ തടവുന്നത്. അപ്പം പിന്നെ കുറച്ച് പേടിയാണ്. എന്തോ അത് അന്നത്തെ ആ ഒരു ഇതിൽ വന്നതാണ്. സോ ഗൈസ്, അപ്പോൾ എൻ്റെ മുടി ഇവിടെ മാത്രം പൊങ്ങിയിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. എത്ര കോതി ഒതുക്കിയിട്ടും സംഭവം റെഡിയാവുന്നില്ല. ഗൈസ്, നമ്മൾ വണ്ടിയുടെ ഇപ്പം നിലവിൽ വെച്ചേക്കുന്ന സാധനം ഞാൻ കാണിച്ചു തരാം. എന്താ നീ എണീക്കണ്ട, ഒന്നുമില്ല. നിലവിൽ നമ്മൾ ഇതാണ് വെച്ചേക്കുന്നത്. മറ്റേ ടാബ് വയ്ക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടി ഓണാക്കുമ്പോഴേ ഈ സംഭവം ഓണായി കിടക്കും. അപ്പോൾ പിന്നെ നമ്മളിപ്പം എത്ര ദൂരം പോയാലും ഈ ടാബ് ഓൺ തന്നെ ആയിരിക്കും. സോ നല്ല രീതിയിൽ ബാറ്ററി പിടിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളത് മാറ്റാൻ തീരുമാനിച്ചു. നല്ലൊരു തീരുമാനമായിരുന്നു. ഇനി അത് ശരിയാക്കണം. ബാറ്ററി പെട്ടെന്ന് 2 തവണ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 തവണ ഡ്രെയിൻ ആയിട്ടുണ്ട് ബാറ്ററി. അതുകൊണ്ടാണ് ആദ്യത്തെ തവണ നമ്മൾ വെറുതെ വിട്ട്. 2ാമത്തെ തവണയാണ് നമ്മൾ ഇപ്പം. അതുകൊണ്ട് ഇത് കൊണ്ടുപോയി മാറ്റി. ഷോർട്ട് വീഡിയോയിൽ നിന്ന് ലോങ് വീഡിയോയിലോട്ട് മാറാനും ലോങ് വീഡിയോയിൽ നിന്ന് ഷോർട്ട് വീഡിയോയിലോട്ട് മാറാനായിട്ട് വലിയ പാടില്ല. പക്ഷേ ഷോർട്ട് വീഡിയോയിൽ നിന്ന് ഇപ്പം ഒരുപാട് നാൾ ലോങ് വീഡിയോസ് ചെയ്ത ഒരാൾ പെട്ടെന്ന് ഷോർട്ട് വീഡിയോസിലോട്ട് ഇറങ്ങുമ്പം കുഴപ്പമില്ല. പക്ഷേ അതേ ആൾ ആ ഷോർട്ട് വീഡിയോ ഒരു കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഇട്ടിട്ട് പെട്ടെന്ന് ലോങ് വീഡിയോയിലോട്ട് കയറുമ്പോൾ നമ്മൾ ഇൻട്രോ ആകെ പെട്ടുപോകും. അങ്ങനത്തെ ഒരു അവസ്ഥയാവും. അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പോകും. അതാണ് പിന്നെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ഞാൻ രാവിലെ ഭയങ്കര ഫ്രസ്ട്രേഷനായി. ഇത് എന്തൊരു ചെയ്യും, ഇത് ഓണാവുന്നില്ല. ഓണാവുന്നില്ലെന്ന് ഇൻട്രോയും പറയാൻ പറ്റുന്നില്ല, കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ അടുത്ത് തന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെട്ടു. എന്താണെന്ന് അറിയത്തില്ല. ഞാൻ എന്നെ തന്നെ കുറേ കുറ്റപ്പെടുത്തി, എക്സെട്ര. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇപ്പോഴത്തെ കാര്യങ്ങൾ. ടോണി ഓക്കെ ആവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്നല്ല, അപ്പോൾ ഓക്കെ ആവും. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വ്ളോഗായിരുന്നു. ഞാൻ കുറേ നാൾക്ക് ശേഷം എടുത്ത വീഡിയോ ഇല്ലേ, അപ്പോൾ ചില പോരായ്മകൾ കാണും. സോ
ഗൈസ് ടുഡേ ഐ എം സൈനിങ് ഓഫ്. അയ്യോ പിന്നെ ഔട്ട്രോയും പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ടുഡേ ഐ എം സൈനിങ് ഓഫ്. ലോർഗത്തോ ആൻഡ് പീപ്പിൾ കോൾ മീ VK ഗൈസ്. ടാറ്റ ബൈ ബൈ ആൻഡ് see you on next video guys.